ഭഗവാൻ മഹാദേവനിൽ പ്രിയം ആരംഭിച്ചതിന് ശേഷം, മഹാദേവനാണ് എല്ലാം എന്ന് ആയതിനു ശേഷം, ഈ പരമ്പൊരുളനെ ആശ്രയിച്ചതിന് ശേഷം ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നത് നമ്മൾ നമ്മളെ തന്നെ സ്വയം പരിശോധന ചെയ്തു കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. ഏത് കാലത്തിലാണെങ്കിലും ഏത് നേരത്തിലാണെങ്കിലും ശരി, അവരുടെ മന്ത്രം മാത്രം നിലച്ചിരിക്കും നമ്മുടെ നാവിൽ. അതിന് യാതൊരു മാറ്റവുമില്ല. ഓം നമഃശിവായ എന്ന ആ മന്ത്രം, ശിവശിവ എന്ന മന്ത്രം, നമഃശിവായ എന്ന മന്ത്രം, ശിവായ നമ എന്ന മന്ത്രം എല്ലാം ശരീരത്തിൽ ഊറി രക്തത്തിൽ കലർന്നിരിക്കും. അതിലൊരു മാറ്റവുമില്ലാത്ത കാര്യമാണ്. ഇത് ഓരോ ശിവഭക്തരും അനുഭവിക്കുന്നതാണ്. മഹാന്മാരെല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്ന കാഴ്ചകളെ എല്ലാം വെറും കാഴ്ചകളായിട്ട് മാത്രം കണ്ടു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാമെന്ന് പറയും. അതേപോലെ കാഴ്ച വസ്തുവായിട്ട് മാത്രം കണ്ടാൽ ഒരു പ്രശ്നങ്ങളും നമ്മൾക്കുണ്ടാവില്ല. അറ്റാച്ച്മെൻ്റ് എന്ന ഒരു വിഷയം കൂട്ടുകാർക്കിടയിലോ കുടുംബത്തിലിരിക്കുന്നവരോടോ ജീവജാലങ്ങളോടോ ഈ അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നത് മാത്രം, അതിൽ മാത്രം അർത്ഥമില്ല. ഇപ്പോൾ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾക്കെതിരായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിനുള്ള ആ പ്രതികരണത്തെ കടുത്ത വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അവരെ നമ്മൾ തിരുത്താൻ വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുകയാണെന്നാണ്. എന്നാൽ നമ്മൾ അറിയേണ്ടത്, അവരെ തിരുത്താൻ വേണ്ടിയല്ല നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്. നമ്മളെ ഉണരണം, നമ്മളെ ഉണരണം. അതിനുവേണ്ടിയാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരം. അതിനെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. മറ്റുള്ളവരെ തിരുത്തണം, അവരുടെ അഭിപ്രായം തെറ്റാണ് എന്ന് അവരെ മനസ്സിലാക്കിക്കണം എന്നതിനു വേണ്ടി കടുപ്പമായിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ താഴ്ത്തുന്നതിന് സമമാണ്. നമ്മളൊരു ഉയർന്ന നിലയ്ക്ക് പോയിട്ടുണ്ടാവും അതിനോടകം. ധ്യാനം ചെയ്തും ജപം ചെയ്തും ഈശ്വരനോട് സ്നേഹം കാണിച്ചും മറ്റ് ജീവജാലങ്ങളോടൊക്കെ കരുണയായിട്ടിരുന്നും ഒരു ഉയർന്ന നിലയ്ക്ക് നമ്മൾ പോയിട്ടുണ്ടാവും. നമ്മൾ കടുത്ത വാക്കുകൾ എന്ന് പറയുമ്പോൾ എന്നത് നമ്മളെ അങ്ങനെ താഴേക്കിറക്കും, നമ്മുടെ എനർജിയെ. നിറയെ ശിവഭക്തർക്ക് ഇത് നന്നായി അറിയാവുന്ന കാര്യമാണ്. വലിയൊരു ഭാഗം ആൾക്കാരും ഉണർന്നിട്ടുള്ളവരാകാം. വലിയ ഭാഗം ആൾക്കാരും ഒന്നിനും പ്രതികരിക്കാൻ നിൽക്കില്ല. നമ്മുടെ ചിന്തയെല്ലാം ഈ മഹാദേവനോടൊപ്പം ഇരിക്കുമ്പോൾ ആ പ്രതികരണം ചെയ്യുന്ന നേരത്തിൽ കൂടി ആ സമയം കൂടി മഹാദേവനെ അല്ലെങ്കിൽ മറന്നു വിടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പലരും പ്രതികരിക്കാറില്ല. എല്ലാത്തിനും കാലം മറുപടി പറയും. മഹാദേവൻ മറുപടി പറയും. നമ്മൾ പറയണമെന്നൊരു ആവശ്യമില്ല. ഇനിയൊരു കാര്യം, എന്തുകൊണ്ടാണ് കടുത്ത വാക്കുകൾ പറയണ്ട എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ കടുത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അത് കടുത്ത വാക്കാണ്. ശരി, അതെങ്ങനെയായിരുന്നാലും ശരി, എന്തിനാണ് ഇതിപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണയായി ഒരേ കൂട്ടായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അതായത് കൂടുതലായി അവരോട് കടുത്ത വാക്കുകളൊന്നും അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കണമെന്നോ ശല്യം ചെയ്യണമെന്നോ നമ്മൾ വിചാരിക്കില്ല. എന്നാൽ ആ കടുപ്പിച്ച് പറഞ്ഞ ഒരു വാക്ക് അത് പെട്ടെന്ന് വരുന്നതാണെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി ആ വാക്ക് മനസ്സിലിരുന്ന് വരില്ല. നിങ്ങൾക്ക് നന്നായി അറിയാവുന്നത് തന്നെയല്ലേ ഇത്. ഏതെങ്കിലും ഒരു വാക്ക് കടുത്തതായി പറയുമ്പോൾ അത് സാധാരണയായി നമ്മുടെ മനസ്സിലിരുന്ന് വരില്ല. നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ, ഏതെങ്കിലും ഒരു വാക്ക് കടുപ്പിച്ച് പറയുമ്പോൾ അത് സാധാരണയായി വരുന്നൊരു വാക്കായിരിക്കില്ല. ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു കോപമുണ്ടാകും, ഒരു അഗ്നി. ആ തീയ് അശുദ്ധാഗ്നി എന്ന് പറയുന്നതാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ അശുദ്ധ അഗ്നി മേൽ നോക്കി ഉയരും. അപ്പോൾ നമ്മുടെ ശുദ്ധ അഗ്നി ഉണ്ടാവില്ലേ, അത് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താണ് നടക്കുന്നത്? അത്രയും നാൾ നമ്മൾ യോഗം ചെയ്ത് ധ്യാനം ചെയ്ത് തപം ചെയ്ത് നമ്മൾ ചേർത്ത് വെച്ചിരുന്ന എല്ലാ എനർജിയെയും ഒരേ ഒരു നിമിഷം നമ്മൾ മറ്റുള്ളവരെ തിരുത്തണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സംസാരിച്ച ആ കടുത്ത വാക്ക്, അവരുടെ അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായം പറയുന്നെന്ന പേരിൽ നമ്മൾ കുറച്ച് എമോഷണലായി സംസാരിക്കുന്ന വാക്കുകൾ, അതെന്താകുമെന്ന് ചോദിച്ചാൽ നമുക്കുള്ളിൽ അശുദ്ധാഗ്നി ഉയർത്തുകയാണ്. അശുദ്ധാഗ്നി ഉയരുമ്പോൾ നമ്മൾ അത്ര നാളും ചേർത്ത് വെച്ചിരുന്ന എനർജി മുഴുവനും നിഷ്ഫലമാകും. അത്ര സാധാരണമായി നമ്മൾക്ക് അങ്ങനെ വരില്ല.
എന്നാലും പഴകും തോറും അത് സാധ്യമാകുന്നതാണ്. ആരംഭത്തിലൊക്കെ നമ്മൾക്ക് ദേഷ്യം വരും. അതിനുശേഷം സംസാരിക്കണമെന്ന് തോന്നും. എന്താണിങ്ങനെ ഞാൻ സംസാരിക്കാതിരുന്നിട്ടും ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾക്ക് തിരിച്ചു പറയാൻ തോന്നും. എന്നാൽ നമ്മൾക്കത് പറഞ്ഞിട്ടുള്ളതല്ല. ഈശ്വരനെ ഉണരണം എന്ന് ഉള്ളപ്പോൾ നമ്മൾ നിശബ്ദമായി ഒരു രസകരമായ ഒരു കാഴ്ച അല്ലെങ്കിൽ രസകരമായ ഒരു സംഭവം കാണുന്നത് പോലെ നമ്മളവിടെ നിൽക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മറുപടി പറയാൻ വേറൊരാൾ ആ സ്ഥാനത്തുണ്ടാവും എന്ന് മനസ്സിലാക്കണം. നമ്മളവിടെ പറയേണ്ട ആവശ്യം വരില്ല. നമ്മളവിടെ സൈലൻ്റായിട്ട് ഇരുന്നാലും അവർക്കുള്ള മറുപടി പറയാൻ ഈ പ്രപഞ്ചം ഒരാളെ അവിടെ ഒരുക്കും. അവർക്ക് കിട്ടേണ്ട മറുപടി അവരിലൂടെ കിട്ടും. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെയും അവരവർ ചെയ്ത കർമാവെ അവരവർ അനുഭവിച്ച് തന്നെയാകണം. അതിൽ യാതൊരു മാറ്റവുമില്ല. നിങ്ങൾ ഈശ്വരനെ പ്രാപിക്കണമെന്ന് വിചാരിക്കുകയാണോ അതോ മറ്റുള്ളവരെ തിരുത്തണമെന്ന് വിചാരിക്കുകയാണോ? എന്താണെന്ന് ചോദിച്ചാൽ തിരുത്തണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ യോഗികളെയും ജ്ഞാനികളെയും നോക്ക്. ഇപ്പോൾ നിങ്ങൾ ചെന്നിട്ട് ഒരു ജ്ഞാനിയുടെ അടുത്ത് പോയിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക, നിങ്ങൾക്കറിയാനുള്ളതോ എന്തെങ്കിലും. നിങ്ങൾക്കുള്ള മറുപടി അത്ര എളുപ്പത്തിൽ കിട്ടില്ല. അവർക്ക് നല്ലതായിട്ട് അറിയാം ആവശ്യമില്ലാത്ത ഒരു വാക്കുകളെയും ഉപയോഗിക്കരുതെന്ന്. അതുകൊണ്ട് മിക്കപ്പോഴും അവർ സംസാരിക്കാറുമില്ല. സിദ്ധറുകൾ കൂടെ ആരെയും തേടി ചെന്ന് നീ ഇത് ചെയ്യ്, നിനക്ക് നല്ലത് വരും, നീ അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ് എന്നൊന്നും പറയില്ല. ജ്ഞാനികളും അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങളെ തിരുത്തുന്നതല്ല അവരുടെ ജോലി. അവർ നടക്കുന്നതെല്ലാം ഒരു നാടകമായിട്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോയി അവരെ ശരണം പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും വിഷമാവസ്ഥയിൽ ഇന്നിടത്ത് പോയാൽ ഒരു മാർഗം ഉണ്ടാകും എന്നുള്ള ആ ഒരു വേദനയോടെ അവിടെ പോയി ശരണാഗതി പ്രാപിക്കുമ്പോൾ സത്യത്തിൽ അവരുടെ ഇടത്തിൽ ശരണാഗതി അടഞ്ഞ് ആ വേദന അവർ ഉണരുമ്പോൾ ഏതോ ഒരു സൂക്ഷ്മമായി നിങ്ങൾക്കുള്ള ഒരു മറുപടി അവർ തരുമെന്നല്ലാതെ വായി തുറന്ന് പറയില്ല. കുറഞ്ഞ പക്ഷം ഒരു വാക്കിൽ പറഞ്ഞിട്ട് പോകും. അതും നിങ്ങളെ ഒരിക്കലും ബാധിക്കില്ല. നിങ്ങൾക്കുള്ള മറുപടി പക്ഷേ അതിലുണ്ടാവും. അതാണ് ജ്ഞാനികൾ, സിദ്ധറുകൾ, മഹാന്കൾ ചെയ്ത ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഒരു നാടകമായിട്ട് മാത്രം കാണുന്നവരാണ്. ആ ജീവിത സത്യങ്ങളെ മനസ്സിലാക്കിയവരാണ്. പുറത്തുള്ള ഒന്നിലുമല്ല അവരുടെ ശ്രദ്ധ. അവരുടെ ഞാൻ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ ജന്മ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കിയവരാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ജ്ഞാനികളാകണം, എല്ലാവരും അതേപോലെ ധ്യാനം ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു സന്യാസിയാകണമെന്നുമല്ല. അവരവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം എന്താണ് അതിനെ ആ കർത്തവ്യ ബോധത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ സിദ്ധറുകൾ എഴുത്തുമൂലം നിറയെ സൂക്ഷ്മത്തെ നമ്മൾക്ക് തന്നിട്ടുണ്ട്. പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നിറയെ ഉത്തരങ്ങൾ നമ്മൾക്ക് കിട്ടും. അതിനു മൂലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് നിങ്ങൾ ആ സ്ഥാനത്തുണ്ട്, അവിടെ ഇരിക്കുന്നു. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും ക്ഷമയോടെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അധികമായിട്ട് നിങ്ങൾക്ക് കോപം വരുന്നുണ്ടെങ്കിൽ ആ ഇടത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയേക്കുക. നമ്മുടെ ലക്ഷ്യം ഈശ്വരനെ ഉണരുക എന്നതല്ലാതെ മറ്റുള്ളവരോട് തർക്കം ചെയ്യാനോ അവരെ തിരുത്താനോ അല്ല. ആ തർക്കം ചെയ്യുന്നവരെ ഒരു നാളും നമ്മൾക്ക് സമാധാനപ്പെടുത്താനും പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കുന്നവരോട് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്നാൽ ഈ തർക്കിച്ച് ജയിക്കണം എന്ന് വിചാരിച്ച് വരുന്നവരോട് അല്ലെങ്കിൽ ആ വരുന്നവരെ അവഗണിച്ചേക്കുക. അപ്പോൾ അവരോട് ആ തർക്കിക്കുന്ന സമയമുണ്ടെങ്കിൽ ആ തർക്കം ചെയ്യുന്ന സമയത്തെ വിട്ടിട്ട് ഉപയോഗപ്രദമായി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമഃശിവായ എന്ന മന്ത്രം തുടർച്ചയായി ജപിച്ചുകൊണ്ടിരുന്നാൽ ഇനിയും അധികമായ എനർജി നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ കോപം വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും തർക്കം ചെയ്യാൻ വന്നാലോ അവർക്ക് മറുപടി പറയണമെന്ന് വിചാരിക്കുമ്പോഴെല്ലാം ഈ ഓം നമഃശിവായ എന്ന മന്ത്രത്തെ മനസ്സുകൊണ്ട് ജപിച്ചോളൂ. 10 നിമിഷം ഒരാളുടെ വഴക്കിടണമെന്ന ഒരു സാഹചര്യം വന്നാൽ ആ 10 നിമിഷത്തേക്ക് ഓം നമഃശിവായ 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 എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കവർ എത്ര പ്രതികരണം തന്നാലും നമഃശിവായ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അവരും സൈലൻ്റായിട്ട് പൊയ്ക്കോളും. ഇനിയൊന്ന് നമ്മളും ആ കർമ്മയിൽ നിന്ന് രക്ഷപ്പെട്ട്
അവിടെ നടന്നത് ഒരു കാഴ്ചയായിട്ട് മാത്രം നമ്മൾക്ക് കാണാൻ പറ്റും. പക്ഷേ ആരംഭകാലത്തിലൊന്നും ഇത് കുറച്ച് കഠിനമായിരുന്നാൽ പോലും പഴകും തോറും ഇത് നമ്മളെ നമ്മുടെ ആത്മതലത്തിൽ ഉയർത്തുന്നതാണ്. ആ ഒരു കാര്യം ആരും മറക്കണ്ട. നിങ്ങൾ ഓർമ്മിച്ച് നോക്ക്, തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനമുള്ളതാകും. ഇരുന്നാൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.